ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസമാണ്. പാറമട വീട്ടിലും ഇന്ന് പൊങ്കാല ദിവസം തന്നെ നമ്മുടെ മുത്തശ്ശിയും ആൻറ്റിയും കൂടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടിട്ട് സിദ്ധുവും ലച്ചു അതിശയിച്ച് നിൽക്കുന്നുണ്ട്. മുത്തശ്ശി എന്താ പൊങ്കാല ഇടുന്നുണ്ടോ? ഞാൻ ഇടുന്നുണ്ട്, ഇന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ദിവസമല്ലേ, അതിന് മുത്തശ്ശി ട്രിവാൻഡ്രം പോകുന്നു എന്ന് ലച്ചു ചോദിക്കുമ്പം ഇല്ല, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മൾ ഇന്ന് പൊങ്കാല ഇടുന്നത് എന്ന് പറയുമ്പം അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാകുന്നു. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി സന്തോഷത്തിൽ താളത്തിൽ ഓളത്തിൽ നിൽക്കുന്ന സമയത്ത് 2 കലം റെഡിയാക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ലച്ചു ചോദിക്കുന്നുണ്ട്, 2 കലത്തിൽ പൊങ്കാല ഇടുന്നുണ്ട്? അപ്പം മുത്തശ്ശി പറയുന്നത് ഇടുന്നുണ്ട്, ഒന്ന് വെള്ള പായസത്തിനും ഒന്ന് ശർക്കര പായസത്തിനും. അങ്ങനെ ഭക്തിസാന്ദ്രമായി ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലെ ഭണ്ഡാര അടുപ്പിൽ 9:45 തിരി കൊളുത്തുന്ന അതേ സമയം തന്നെ പാറമട വീട്ടിലെ പൊങ്കാല അടുപ്പിലും തിരി തെളിയിക്കുന്നു. കൊറോണയ്ക്ക് ശേഷം കൂടുതൽ ഭക്തജനങ്ങളും വീട്ടിൽ വെച്ച് ഇടാറുണ്ട്. കാരണം പല ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് യാത്ര ചെയ്തു പോയി പിന്നെ തിരക്കിനിടയ്ക്ക് പെട്ടുപോകാനൊക്കെ പാടായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ശീലമായതുകൊണ്ട് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് കൃത്യസമയത്ത് 9:45 ക്ഷേത്രത്തിലെ പൊങ്കാല അടുപ്പിൽ ഭദ്രദീപം തെളിയിക്കുന്ന അതേ സമയം തന്നെ വീടുകളിൽ നിൽക്കുന്നവരും പൊങ്കാല അടുപ്പിലേക്ക് ഭദ്രദീപം തെളിയിക്കും. അതിനുശേഷം 2:45 നേദിക്കുന്ന സമയം വീട്ടിൽ വെച്ച് തന്നെ നേദിച്ചതിന് ശേഷം മാത്രമേ ആ പായസം വീട്ടിനകത്തേക്ക് കയറ്റാറുള്ളൂ. കഴിഞ്ഞ തവണയും ഇത്തവണയും ഞങ്ങളും വീട്ടിൽ വെച്ച് തന്നെയാണ് പൊങ്കാല ഇടാൻ പോകുന്നത്. ഇന്ന് എൻ്റെ അമ്മയാണ് പൊങ്കാല ഇടാൻ പോകുന്നത്. അപ്പം പാറമട വീട്ടിലെ പോലെ തന്നെ സന്തോഷമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ളത്. വീട്ടിൽ വെച്ച് പൊങ്കാല ഇടുമ്പോൾ അതിൻ്റെ സന്തോഷം വേറൊന്നും തന്നെയാണ്. പിന്നെ ക്ഷേത്രത്തിൽ തിരക്കൊക്കെ കുറയുന്ന സമയത്ത് പോയി തൊഴുകും. അല്ലാതെ അമ്മയ്ക്കും കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളും കുറച്ച് വർഷം കൊണ്ട് വീട്ടിൽ വെച്ച് തന്നെയാണ് പൊങ്കാല ഇടുന്നത്. ഇതുവരെ അങ്ങനെ മുടക്കിയിട്ടില്ല. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ അത് പറയാനായിട്ട് തന്നെ. കാത്തിരിക്കുക ഇന്നത്തെ എപ്പിസോഡിനായിട്ട്.